നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു വർഷം ബാക്കിയാകുമ്പോഴും സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി ചർച്ചകളും ഒക്കെയായി സജീവമാവുകയാണ് രാഷ്ട്രീയ രംഗം. ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മേയർ ആര്യ രാജേന്ദ്രൻ നേമത്ത് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മേയർ പോരാ എന്ന് CPM-ലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുമുണ്ട്. M സ്വരാജിനെ തന്നെ നേമത്തിറക്കണം എന്നാണ് ഇപ്പോൾ അവരുടെ വാദവും. അനാരോഗ്യം അലട്ടുന്ന ശിവൻകുട്ടിക്ക് പകരം മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ നേമത്ത് സജീവമായി പ്രവർത്തിക്കുകയാണ്. മേയർ എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയാതിരുന്ന ആര്യ രാജേന്ദ്രൻ നേമത്തെത്തിയാൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറന്നിരുന്നു. സമാന രീതിയിൽ നിയമസഭയിലും അക്കൗണ്ട് തുറക്കാനാണ് BJP-യുടെ പദ്ധതി. 2016-ൽ നേമത്ത് O രാജഗോപാൽ ജയിച്ചിരുന്നു. BJP-യുടെ നിയമസഭയിലെ ഏക സീറ്റും 2016-ലെ നേമത്തായിരുന്നു. K മുരളീധരൻ 2021-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിയതോടെ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ വോട്ട് കുത്തനെ വർദ്ധിപ്പിച്ചു. 2016-ൽ UDF ഘടകകക്ഷിയായിരുന്നു നേമത്ത് മത്സരിച്ചത്. 13,860 വോട്ടാണ് UDF സ്ഥാനാർത്ഥി V സുരേന്ദ്രൻ പിള്ളയ്ക്ക് പിടിക്കാൻ കഴിഞ്ഞത്. 2021-ൽ BJP അക്കൗണ്ട് പൂട്ടിക്കാൻ കോൺഗ്രസ് K മുരളീധരനെ രംഗത്തിറക്കുകയായിരുന്നു. 36,524 വോട്ട് മുരളീധരൻ നേടിയതോടെ ജയിക്കുമെന്ന് ഉറപ്പിച്ച BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 3,949 വോട്ടിന് തോറ്റു. മുരളീധരൻ പിടിച്ച 36,524 വോട്ടിന്റെ പിൻബലത്തിൽ ശിവൻകുട്ടി നേമത്ത് ജയിക്കുകയും ചെയ്തു. മുരളീധരൻ കാരണം ശിവൻകുട്ടി MLA ആയി എന്ന് ഫലം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. 2024-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും ജയിച്ചത് ശശി തരൂർ ആണെങ്കിലും നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടി. ഇതിൽ നേമത്ത് 22,126 വോട്ടിന്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖർ നേടിയത്. 2026-ൽ നേമം പിടിച്ചെടുക്കും എന്ന വാശിയിൽ തന്നെയാണ് BJP. അതുകൊണ്ട് തന്നെ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും അതിന് ആര്യ രാജേന്ദ്രനായാലും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേമത്തിറക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. M സ്വരാജിനെ നേമത്തിറക്കണം എന്നാണ് CPM-ഉം ആവശ്യപ്പെടുന്നത്. സ്വരാജ് ഇറങ്ങിയാൽ രാജീവ് വീഴുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന K മുരളീധരൻ ഇത്തവണ നേമത്തുണ്ടാകില്ല. സാമുദായിക പ്രാതിനിധ്യം നോക്കി കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതും. ആര്യ രാജേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജയിച്ചു കയറാമെന്നാണ് കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ. ആര്യയ്ക്ക് പകരം സ്വരാജ് എത്തിയാൽ ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. ആര്യയ്ക്ക് പകരം സ്വരാജ് എത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും സ്വരാജ് 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റതാണ്. തൃപ്പൂണിത്തുറയിലും നിലമ്പൂരിലും തോറ്റ സ്വരാജ് വീണ്ടും നേമത്തേക്ക് എത്തുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം എന്തും സംഭവിക്കാവുന്ന മണ്ഡലം തന്നെയാണ് നേമം. BJP-ക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം, BJP തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നേമത്തേക്ക് എത്തിയാൽ വീണ്ടും ഒരു തോൽവി കൂടി ഉണ്ടായാൽ M സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് സ്വരാജ് മത്സരിക്കുമോ എന്നതും ചർച്ചാ വിഷയമാണ്. ഏതായാലും ആര്യ രാജേന്ദ്രൻ മത്സരിച്ചാലും അവിടെ ഒന്നും സംഭവിക്കാൻ ഇടയില്ല. ശിവൻകുട്ടിയുടെ പിൻഗാമിയായി ആര്യ രാജേന്ദ്രൻ എത്തിയാൽ തീർച്ചയായും അത് തോൽവിയിലേക്ക് തന്നെ എത്തുമെന്നും അറിയാൻ കഴിയും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായതോടെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രമൊരുക്കാനും CPM ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ CPM സജ്ജമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിറ്റിംഗ് MLA-മാരിൽ പലരെയും മാറ്റി പുതുമുഖങ്ങളെ രംഗത്തിറക്കി മണ്ഡലങ്ങൾ നിലനിർത്താനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ, CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ, അഡ്വക്കേറ്റ് SK ബെൻ ഡാർവിൻ, DYFI ജില്ലാ സെക്രട്ടറി ഡോക്ടർ J ഷിജു ഖാൻ, VK മധു എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ കഴക്കൂട്ടം ലക്ഷ്യമിട്ട് സിറ്റിംഗ് MLA VK പ്രശാന്ത്, വട്ടിയൂർക്കാവിൽ പകരക്കാരനായി CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാറിന്റെ പേരും പ്രധാനമായും മുഴങ്ങിക്കേൾക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസുമായി പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ പകരം കഴക്കൂട്ടം സ്വദേശി കൂടിയായ VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട്. അനാരോഗ്യം അലട്ടുന്ന മന്ത്രി V ശിവൻകുട്ടിക്ക് പകരം നേമത്ത് മേയർ ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് മുൻകൂട്ടി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ 2 തവണ വിജയിച്ച K ആൻസലിന് പകരം അഡ്വക്കേറ്റ് SK ബെൻ ഡാർവിനാണ് സാധ്യത എന്ന് കണക്ക് കൂട്ടപ്പെടുന്നു. കാട്ടാക്കടയിലെ IB സതീഷ്, പാറശാലയിലെ CK രവീന്ദ്രൻ എന്നിവർ 2 ടേം പൂർത്തിയാക്കിയവരാണ്. ഇവരെ മാറ്റണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരത്ത് മന്ത്രി ആന്റണി രാജു തുടരാനാണ് സാധ്യത. CPI-യുടെ സിറ്റിംഗ് സീറ്റുകളായ ചിറയൻകീഴിൽ V ശശിക്ക് പകരക്കാരനെത്തുമ്പോൾ നെടുമങ്ങാട് മന്ത്രി GR അനിൽ തന്നെ മത്സരിക്കുമെന്നും വിവരങ്ങൾ വരുന്നു. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ പൂർണ്ണ ചുമതല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ജില്ലാ സെക്രട്ടറി V ജോയിക്കായിരിക്കും എന്നും ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്.